അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് ഇവനായിട്ട് ഒരുപാട് കഷ്ടബന്ധങ്ങളായിട്ട് കിടാറ്. ഞങ്ങളെ അങ്ങ് ബലിച്ചത് അത് ഞങ്ങൾക്ക് വന്നില്ല, എങ്ങനെ കഷ്ടത്തിൽ അങ്ങ് ബലിത്തിടാറുണ്ട്. പക്ഷെ അത് ഞങ്ങൾ ലൈവായിട്ട് ഒരു സമയത്ത് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായെങ്കിൽ ഒരിക്കലും ഞങ്ങളെ ഉമ്മാബടെ ഞങ്ങൾ മറക്കവും സാധ്യമില്ലാത്ത ഒരു ചിത്രമായിട്ടിരിക്കും. അത് അത്രത്തോളം നമുക്ക് ഇവനായിട്ട് അങ്ങ് കഷ്ടവന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ചെന്ന വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന, അള്ളാഹുടെ തീരുമാനമായിട്ടായിട്ട് എന്നേ അള്ളാഹുടെ വിധി വന്നിട്ടായിട്ട് അള്ളാഹുടെ അല്ലാണ്ട് ആരെയും നിങ്ങൾ ആരാധിക്കുവോ തീരാം. മാത്രമല്ല ഉമ്മ അബ്ബക്ക് ഗുണം ചെയ്യണം, അത് അള്ളാഹുടെ തീരുമാനം. ഉമ്മ അബ്ബ എങ്ങനത്തെ ആവട്ടെ, നിങ്ങൾക്ക് എത്ര ളുൽമാക്കിയെങ്കിലും ആക്രമിച്ചില്ലെങ്കിലും ഉമ്മ അബ്ബ എന്ന നിലക്ക് അങ്ങനെ നിങ്ങൾ ബഹുമാനിച്ചിട്ടേ തീരും, അങ്ങനെ നിങ്ങൾ ഗുണം ചെയ്തിട്ടേ തീരും. അത് റബ്ബുടെ തീരുമാനമായിട്ടായിട്ട്. ഇന്ന് ആരെങ്കിലും ഉമ്മ അബ്ബടെ ബഹുമാനിച്ചില്ല, ഗുണം ചെയ്യുന്നില്ല, ഇഹ്സാൻ ചെയ്യുന്നില്ല ഉണ്ടെങ്കിൽ അങ്ങക്ക് അള്ളാഹുടെ ഭാഗത്തുള്ള എന്തെല്ലാം ശിക്ഷ കൊണ്ട് അതെല്ലാം അങ്ങ് അനുഭവിക്കേണ്ടി വന്നു. നോക്കറു, മഹാന്മാർ ചെല്ലാർ ബിർറുൽ വാലിദൈനി കഫാറത്തുൽ കബായിർ. ഉമ്മാബു ഗുണം ചെയ്തത് അത് വലിയ ദോഷത്തുകത് പരിഹാരമായിട്ടിക്കട്, പ്രായശ്ചിത്തായിട്ടിക്കട്. ഞങ്ങൾ സംഭവിക്കുന്ന വലിയ ദോഷത്തുക്ക് ഞങ്ങൾ ഉമ്മാബു ഞങ്ങൾ ചെയ്തതായ ഗുണങ്ങൾ നല്ല നല്ല അങ്ക് ഞങ്ങളെ സന്തോഷം ഞങ്ങൾ ആക്കരുത്, ഞങ്ങളെ ഹിദ്മത്തെടുക്കരുത്, ഞങ്ങളുടെ ദോഷത്തുക്ക് അത് പരിഹാരമാവും. നേരെ മറിച്ചിട്ട് ഒരാൾ നല്ല നല്ല അമൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഉമ്മ അബ്ബക്ക് അയാൾ വില കൊടുക്കില്ല, ഉമ്മ അബ്ബടെ അയാൾ ധിക്കരിക്കലുണ്ടായെങ്കിൽ അയാൾ ഈ അമൽ കൊണ്ട് ഒരു കാര്യവുമില്ല. ഒരു ഹജ്ജ് ചെയ്യുന്നത്, ഉംറ ചെയ്യുന്നത് രായത്തങ്ങൾക്ക് എല്ലാവർക്കും അയാൾ സഹായിക്കേണ്ടതുണ്ട്, പരോപകാരിയായിട്ട് ജീവിക്കട്ടെ. പക്ഷേ സ്വന്തം ഉമ്മ അബ്ബടെ പുറത്തയാൾ ഇല്ലാണ്ടായെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമായിട്ട്. അതേ സന്ദർഭത്തിൽ വലിയ ദോഷമാക്കേണ്ടതുണ്ട്, ഒരുപാട് ദോഷങ്ങൾ സംഭവിച്ചിട്ട്. പക്ഷേ ഉമ്മ അബ്ബടെ നല്ല പിർസത്തിൽ നോക്കടയാൽ എങ്കിൽ അയാളെ ആ ദോഷത്ത് ഇത് പരിഹാരമായിട്ട് ഏത് ഉമ്മ അബ്ബടെ നോക്കല ചെല്ലതുണ്ട്. അൽ ഉദ്ദു യുതവാറസു അൽ ബുഗ്ളു യുതവാറസു, നല്ല അർത്ഥഗർഭിതമായ ഒരു ഫലക്കായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കാണിക്കുന്നതായ പിർസങ്ങ അത് ഞങ്ങൾക്ക് അനന്തരമായിട്ട് കിട്ടും. ഞങ്ങൾ കാണിക്കുന്നതായ ധിക്കാരങ്ങ ദ്വേഷങ്ങ അതും നമുക്ക് അനന്തരമായിട്ട് കിട്ടും. ചെന്നെങ്കിൽ ഞങ്ങൾ ഉമ്മ അബ്ബക്ക് കാണിക്കുന്നതായ പിർസങ്ങ കണ്ടിട്ടായിട്ടും അത് ഞങ്ങൾക്കത് എവിടെയും പോകണ്ടില്ല. ഞങ്ങളെ മക്കളെല്ലാം നമുക്ക് കാണുവാൻ സാധ്യമാവും. ഞങ്ങളെ മക്കൾ ഞങ്ങളെ പിർസത്തിൽ നോക്കും. അതേ സന്ദർഭത്തിൽ ഞങ്ങളെ ഉമ്മ അബ്ബടെ ഞങ്ങൾ ഇൻസൾട്ടാക്കിയ, അങ്ങനെ ധിക്കരിച്ച, അങ്ങനെ പറക്കത്തിന് ഞങ്ങൾ വില കൊടുത്തില്ലെങ്കിൽ അതും ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളത് കാണുവാൻ സാധ്യമാവും. ഞങ്ങളെ മക്കൾ ഞങ്ങളെ പറക്ക കേൾക്കാത്തതും, ഞങ്ങളെ മക്ക ഞങ്ങളെ ധിക്കരിക്കുന്നതും, ഞങ്ങളെ ഇൻസൾട്ടാക്കുന്നതും അതെല്ലാം നമുക്ക് കാണുവാൻ സാധ്യമാവും. ആരും എന്തു ദൂരിട്ടും കാര്യമില്ല. മൻ അസാ വാലിദൈഹി ലം യറ സുറൂറ മിൻ വലദിഹി, തൻ്റെ ഉമ്മ അബ്ബക്ക് ധിക്കരിച്ച ഒരു വ്യക്തി അങ്ങനെ മക്കളിൽ നിന്നിട്ട് ഒരിക്കലും എന്താക്കണ്ട, ഒരു സന്തോഷം അങ്ങ് എത്തിക്കല്ലേ. ഞങ്ങളെ മക്കളിൽ നിന്നിട്ട് ഞങ്ങൾക്ക് സന്തോഷം കിട്ടണമല്ലേ, ഞങ്ങളെ മക്കൾ ഞങ്ങളെ സന്തോഷിപ്പിക്കണം, ഞങ്ങളെ മക്കൾ ധാരാളം സന്തോഷം കാണണം, അതെല്ലാം നമുക്ക് വലിയ ഭാഗ്യമായിട്ട് കിട്ടും. അതേ സന്ദർഭത്തിൽ ഉമ്മ അബ്ബടെ പീഡിപ്പിച്ച ആൾമാർ, ഉമ്മ അബ്ബടെ മനസ്സ് ബേജാറാക്കിയ ആൾമാർ ഒരിക്കലും അങ്ങനെ മക്കളിൽ നിന്നിട്ട് സന്തോഷം നിരീക്ഷിക്കണ്ട. ഏതുപോലെ നീ നിൻ്റെ ഉമ്മ അബ്ബടെ ധിക്കരിച്ചരെ, അനുസരണക്കേട് കാണിച്ചരെ, അതേപോലെ നിൻ്റെ അള്ളാഹു നട്ടത്തിരിക്കുന്നത് നിൻ്റെ മക്കളെ കൊണ്ടുപോകും. പണ്ടൊരാൾക്ക് തമ്പീഹുൽ ഗാഫിലിൽ ചെല്ല് ഒരാൾക്ക് അയാളുടെ മോന് സമത്തിൽ പോലിട്ടോളെ മോൻ അടിച്ച് അബ്ബവും അങ്ങനെ നിരക്കരങ്ങൾ ഓടി വന്നിട്ട് എന്നല്ല അബ്ബക്ക് അടിക്കടേ ചെന്നിട്ട് മോനെ പിടിച്ചിട്ട് സമയമിട്ടുമ്പോൾ അബ്ബ ചെന്നോളാ, അടിക്കണ്ട ഫൈനി കുന്തു അദ്രിബു അബി ഫി ഹാദൽ മൗലി ഹാദാ ബിദാക്ക വല ലൗമ അലൈഹി. ഇതേ പക്കത്ത് നാനും എൻ്റെ അബ്ബ അടിച്ചിട്ട്, അതുകൊണ്ട് അതായിരിക്കും നക്കിപ്പോൾ കിട്ടിയിട്ടുള്ളേ, അതുകൊണ്ട് തന്നെ മോൻ്റെ അടിക്കണ്ട കൂട്ടുക, അവൻ്റെ തപ്പില്ല, അവൻ്റെ ആക്ഷേപിക്കണ്ട.
നിൻ്റെ അബ്ബക്ക് ഞാൻ ആക്കിയതായ അനർത്ഥങ്ങ, നിൻ്റെ അബ്ബക്ക് ഞാൻ ആക്കിയതായ ധിക്കാറങ്ങ ഇപ്പം നിൻ്റെ മോൺ നല്ല കാണിച്ചിട്ടുള്ള അയാൾ ചെന്നൂല. പിന്നൊരാൾ ബയസര സമയത്തിൽ തൻ്റെ മോണ്ടിട്ട എന്തും സ്വറ ചെല്ലില്ല. അപ്പോൾ ಎಲ್ಲ ಚೆಂದ ಅರ್ಲಿಕ್ಕೆ ಬಾಲಕಾರ ಮೋನಿಲ್ಲ ನೀ ಆರಾರಟೆ ನೀ ಪಣಿ ಹಾಕಬಟ್ರೆ നിങ്ങൾ എന്തി പണി ആക്കപ്പെട്ടെ നിങ്ങൾ മോണില്ല മോനോട് ചൊല്ലറുണ്ട്. അപ്പോൾ അയാൾ ചെന്നത്തിൽ എൻ്റെ മോണിൽ എനിക്ക് ഒരു നിരീക്ഷകവുമില്ല. കാരണം യാസിനി ഫീദാലിക്ക അയാൾ ആ മോണും എൻ്റെ പലക്ക് കേൾക്കില്ല എന്നൊക്കെ ഉറപ്പുണ്ട്. കാരണം ഞാൻ എൻ്റെ അബ്ബടെ